നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ദേശീയപാത വികസനം. കാസർഗോഡ് നഗരത്തിന് മുകളിൽ കൂടിയുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി. കല്യാണ വീട്ടിലേക്കുള്ള യാത്ര കണ്ണീർ യാത്രയായി. 2 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ കാഞ്ഞങ്ങാട് ഐങ്ങോത്തെ വാഹനാപകടത്തിന്റെ നടുക്കം ഇനിയും മാറിയില്ല. കൗവായിക്കായൽ കടക്കുവാൻ പാലം വേണം. വലിയ പറമ്പിന്റെ തെക്കൻ അതിരിലുള്ളവരുടെ കാത്തിരിപ്പിന് 3 പതിറ്റാണ്ട് തികയുന്നു. കാസർഗോഡ് ജില്ലാ കേരളോത്സവത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് ജേതാക്കൾ. ഓരോ ഇനങ്ങളിലും നടന്നത് വാശിയേറിയ മത്സരം. കാസർഗോഡ് ജില്ലയിൽ ക്ഷേമനിധി ഓഫീസ് തുടങ്ങുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണം. ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചെറുവത്തൂർ ഏരിയ സമ്മേളനത്തിന് സമാപനം. ആലംകൂഡ്ലു മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ ശിവശക്തി മഹായാഗത്തിന് ഭക്തിനിർഭരമായ സമാപനം. യാഗ ചടങ്ങുകൾക്ക് സാക്ഷിയാകുവാനെത്തിയത് ആയിരങ്ങൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് നഗരത്തിന് മുകളിൽ കൂടിയുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി. കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും വലിയ മേൽപ്പാലം കൂടിയാണിത്. 1.25 കിലോമീറ്ററോളം നീളമുള്ള പാലത്തിന് 29 സ്പാനുകളാണുള്ളത്. അവസാന സ്പാനിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. പാലം ഗതാഗത സജ്ജമാകുന്നതോടെ കാസർഗോഡ് നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. ദേശീയപാത 66ന്റെ വികസനത്തിൽ കാസർഗോഡിന് തിളക്കമാർന്ന ഒരു അധ്യായം കൂടി ചേർത്തുകൊണ്ട് നഗരത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി. 1.25 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള പാലത്തിന് 29 സ്പാനുകളാണുള്ളത്. 29ാമത്തെ സ്പാനിന്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. 28ാം ദിവസം തട്ടഴിക്കുന്നതോടെ കാസർഗോഡ് മേൽപ്പാലം സജ്ജമാകും. 6 വരിപ്പാതയിലെ വയറിംഗ് ജോലികളെല്ലാം ഇതിനിടയിൽ തന്നെ പൂർത്തിയാക്കും. കറന്തക്കാട് അഗ്നിരക്ഷാ നിലയത്തിന് മുന്നിൽ നിന്നും തുടങ്ങി നുള്ളിപ്പാടി അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിലാണ് പാലം അവസാനിക്കുന്നത്. മൊത്തം 30 തൂണുകളുണ്ട്. 39 കിലോമീറ്റർ ദൂരമുള്ള തലപ്പാടി ചെങ്കള ദേശീയപാത റീച്ചിൽ ഉൾപ്പെട്ടതാണ് കാസർഗോഡ് ടൗണിലെ മേൽപ്പാലം. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സൊസൈറ്റിയാണ് ഈ റീച്ചിന്റെ കരാറുകാർ. കുതിച്ചുയരുവാൻ വെമ്പുന്ന പക്ഷിയുടെ മാതൃകയിലാണ് പാലത്തിന്റെ തൂണുകൾ നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ തോളിനും നട്ടെല്ലിനും സമാനമായ നിർമ്മാണ രീതിയാണിത്. ആധുനിക നഗര സൗന്ദര്യത്തിന് മാതൃകയായി ഇത്തരം പാലങ്ങൾ വിലയിരുത്തപ്പെടുന്നു. പാലത്തിന്റെ അടിയിൽ കൂടുതൽ സ്ഥലം ലഭ്യമാകുന്നത് ഇതിന്റെ പ്രധാന നേട്ടമാണ്. ദക്ഷിണേന്ത്യയിൽ വിശാഖപട്ടണം, മൈസൂരു, ബംഗളൂരു ദേശീയപാത എന്നിവിടങ്ങളിലാണ് വലിയ ഒറ്റത്തൂൺ മേൽപ്പാലങ്ങളുള്ളത്. ഇവിടെ പരമാവധി വീതി 26.5 മീറ്റർ വരെയാണ്. എന്നാൽ കാസർഗോട്ടെ മേൽപ്പാലം 27 മീറ്റർ വീതിയുള്ളതാണ്. പുതിയ മേൽപ്പാലം കാസർഗോഡിന്റെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക മാത്രമല്ല, ജില്ലയുടെ വികസനത്തിന് ഉത്തേജനമേകുക കൂടി ചെയ്യും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ മേൽപ്പാലം എന്ന നിലയിൽ ഇത് കേരളത്തിന്റെ അഭിമാനം കൂടിയാണ്. സംസ്ഥാനത്ത് അതിവേഗ റോഡ് യാത്ര ഒരുക്കുന്ന ദേശീയപാത 66 നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്ത വർഷം പകുതിയോടെ തന്നെ കാസർഗോഡ് തിരുവനന്തപുരം 6 വരിപ്പാതയിലൂടെ വാഹനങ്ങൾക്ക് ചീറിപ്പായാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ഐങ്ങോത്തുണ്ടായ വാഹനാപകടത്തിന്റെ നടുക്കം ഇനിയും മാറിയില്ല. ഉമ്മയും 5 മക്കളും സഞ്ചരിച്ച കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 കുട്ടികളാണ് മരണപ്പെട്ടത്. ബാക്കിയുള്ളവർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിൽ തകർന്ന് തരിപ്പണമായ കാർ വെട്ടിപ്പൊളിച്ചാണ് കുടുങ്ങിയവരെ പുറത്തെടുത്തത്. കാഞ്ഞങ്ങാട് ഐങ്ങോത്ത് ദേശീയപാതയിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. ജപ്പാനിൽ ജോലി ചെയ്യുന്ന നീലേശ്വരം കണിച്ചിറ കല്ലായി ഹൗസിലെ ലത്തീഫിന്റെ ഭാര്യയും മേൽപ്പറമ്പ് സ്വദേശിനിയുമായ ഫാത്തിമത്ത് സുഹറ ബീവിയും മക്കളായ സൈനുൽ റുമാൻ ലത്തീഫ്, ലഹക്ക് സൈനബ, ഫായിസ് അബൂബക്കർ, ഷെറിൻ ലത്തീഫ്, മിസബ് ലത്തീഫ് എന്നിവരടങ്ങുന്ന കുടുംബം സഞ്ചരിച്ച കാറും KSRTC ബസ്സും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. മേൽപ്പറമ്പിലെ വീട്ടിൽ നിന്നും സുറാബിയും മക്കളും നീലേശ്വരം മന്നംപുറത്ത് നടന്ന ബന്ധുവിന്റെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ പുറപ്പെട്ടതായിരുന്നു. മുത്തമകൻ ഫായിസ് അബൂബക്കറായിരുന്നു കാർ ഓടിച്ചിരുന്നത്.
ഐങ്ങോത്തെത്തിയപ്പോൾ കണ്ണൂരിൽ നിന്നും കാഞ്ഞങ്ങാട്ടേക്ക് വരികയായിരുന്ന KSRTC ബസ്സുമായി കാർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. കാഞ്ഞങ്ങാട്ട് നിന്നും അഗ്നിരക്ഷാസേനയെത്തി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കാർ വെട്ടിപ്പൊളിച്ച് കാറിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തുവെങ്കിലും കുട്ടികളായ സൈനുൽ റുമാൻ ലത്തീഫും ലഹക്ക് സൈനബയും അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഫാത്തിമത്ത് സുഹ്റാ ബീവിയെയും മറ്റു മക്കളെയും കണ്ണൂരിലെ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം വലിയ വേദനയാണ് നാടിന് നൽകിയത്. ഇപ്പോഴും അപകടത്തിൻ്റെ ഞെട്ടൽ ഇവിടെ നിന്നും മാറിയിട്ടില്ല. മരിച്ച കുട്ടികളുടെ മൃതദേഹങ്ങൾ രാവിലെ ജില്ലാ ആശുപത്രിയിൽ നിന്നും വീട്ടിലെത്തിക്കുകയും പൊതുദർശനത്തിനു ശേഷം മരക്കാപ്പ് കടപ്പുറം സിയാറത്തിങ്കര ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഖബറടക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വലിയ പറമ്പിൻ്റെ തെക്കൻ അതിരിലുള്ളവർ കവായിക്കായൽ കടക്കുവാൻ ഒരു പാലത്തിനായി കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് 3 പതിറ്റാണ്ടിലേറെയായി. ഒടുവിൽ തീരദേശ ഹൈവേയുടെ ഭാഗമായി വലിയ പറമ്പിലെ പാണ്ഡ്യാലക്കടവിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ രാമന്തളി 2 തെങ്ങ് കടവിലേക്ക് പാലം വരുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞ 5 വർഷമായി വീണ്ടും കാത്തിരിക്കുവാനാണ് ഇവരുടെ വിധി. വലിയ പറമ്പ് പഞ്ചായത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള 4-5 വാർഡുകളിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള 100 കണക്കിന് ആളുകൾക്ക് മറുകരയിലെത്തുവാൻ ഇതുവരെയായി റോഡ് പോലുമില്ല. തോണി തുഴഞ്ഞും എപ്പോഴെങ്കിലും എത്തുന്ന ജലഗതാഗത വകുപ്പിൻ്റെ സർവീസ് ബോട്ടിലോ മാത്രമാണ് ആഴമേറിയ കവ്വായിക്കായൽ കടക്കാനാകുക. ആദ്യകാലത്ത് ഏഴിമലയുടെ താഴ്വാരം വഴി രാമന്തളി ഭാഗത്തേക്ക് എത്താമായിരുന്നുവെങ്കിലും ഏഴിമല നേവൽ അക്കാദമി പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ തയ്യിൽ സൗത്ത് വഴി മറുകരയിലേക്കുള്ള വഴി കമ്പിവേലി ഉപയോഗിച്ച് അടക്കുകയായിരുന്നു. ഇതോടെ തെക്കൻ അതിരിലുള്ള കുടുംബങ്ങൾ യാത്രയ്ക്ക് മാർഗമില്ലാതെ ഒറ്റപ്പെടുകയും ചെയ്തു. 1997 പാണ്ഡ്യാലക്കടവിൽ നിന്നും 2 തെങ്ങ് കടവിലേക്ക് എത്തിപ്പെടണമെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച നടപ്പാലം പണി തുടങ്ങിയിടത്ത് തന്നെ നിലച്ചു. 2019 തീരദേശ ഹൈവേ നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും പ്രാഥമികഘട്ട പ്രവർത്തനങ്ങളും ഉണ്ടായതോടെ തീരദേശ ജനത ആവേശപൂർവ്വം പാലം നിർമ്മാണം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ 5 വർഷമായിട്ടും പ്രാഥമികഘട്ട പ്രവർത്തനങ്ങൾ പോലും വലിയ പറമ്പിലെ റീച്ചിൽ നടന്നില്ല. 2 തെങ്ങ് കടവിലേക്കുള്ള പാലം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് തീരജനതയ്ക്ക് ഉന്നയിക്കാനുള്ളത്. ചെറിയ കുട്ടികൾ, അതുപോലെ വയസ്സുള്ള ആൾക്കാർ, മറ്റ് ജനങ്ങൾ അക്കരെ കിടക്കണമെങ്കിൽ കുറേ സമയം വലിയപറമ്പ് വഴി പോയിട്ടാണ് പയ്യൻ്റെത്തുന്നത്. അപ്പോൾ കിലോമീറ്ററുകൾ താണ്ടിയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കണമെങ്കിൽ പോകേണ്ടത്. ഈ പാലം യാഥാർത്ഥമായാൽ നമുക്ക് എല്ലാവർക്കും, ജനങ്ങൾക്കും കുട്ടികൾക്കും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഗവൺമെൻറ് ഈ കടവിലെ പാലം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീരദേശപാതയുടെ ഭാഗമായി കിഫ്ബിയിൽ 55.45 കോടി രൂപ ചെലവിൽ പാലം നിർമ്മിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. 400 മീറ്ററോളം നീളത്തിലും 11.70 മീറ്റർ വീതിയിലുമായുള്ള റോഡ് പാലത്തിൽ നടപ്പാത, സൈക്കിൾ ട്രാക്ക് ഉൾപ്പെടെയുള്ള സൗകര്യമുണ്ടാകുമെന്ന തരത്തിലാണ് നിർമ്മാണം വിഭാവനം ചെയ്യുന്നത്. റോഡ് പാലം വന്നാൽ വലിയ പറമ്പിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതൽ സജീവമാകും. പ്രധാന റെയിൽവേ സ്റ്റേഷനായി അറിയപ്പെടുന്ന പയ്യന്നൂർ സ്റ്റേഷനിലേക്ക് എത്തുവാനും പാണ്ഡ്യാലക്കടവിൽ പാലം വന്നാൽ വേഗത്തിൽ കഴിയും. സുനാമി പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗത്തിൽ മറുകരയിലേക്ക് എത്തുവാൻ പാലം അനിവാര്യമാണെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ അഥവാ പയ്യന്നൂർ എത്തണമെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ആ റോഡ് ഇപ്പം വലിയപറമ്പിന്ന് തെക്കോട്ടാണ്, ഇപ്പോൾ ഏഴുമല റോഡാണ് നിർമ്മിച്ചത്. ആ റോഡിൽ നിന്ന് ഇപ്പം പയ്യന്നൂരേക്ക് ബന്ധപ്പെടണമെങ്കിൽ ഒരു 20-25 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മാത്രമേ ഈ ടൗണിലേക്ക് എത്താൻ പറ്റൂ. അത് സാധാരണ ജനങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഓട്ടോക്കോ അങ്ങനെയുള്ള കൊടുത്ത് ഒരു 500 രൂപയോളം ഒരു ദിവസം ചിലവാക്കിയാൽ മാത്രമേ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളെ ഒരു ആകെയുള്ള ഒരു ആഗ്രഹം. അതിനുവേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് മാത്രം അത് പറയുന്നത്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലാ കേരളോത്സവത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് ജേതാക്കൾ. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ 2 ദിവസങ്ങളിലായി നടന്ന കലാമത്സരങ്ങളിൽ ഓരോ ഇനങ്ങളിലും വാശിയേറിയ മത്സരമാണ് നടന്നത്. കാസർഗോഡ് ജില്ലാ കേരളോത്സവത്തിൻ്റെ കലാമത്സരങ്ങൾ 2 ദിവസങ്ങളിലായി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നടന്നു. ജില്ലാ കേരളോത്സവ കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം മാറ്റി അനുസ്മരണ യോഗമായാണ് സംഘടിപ്പിച്ചത്. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, സാഹിത്യപ്രതിഭ MT വാസുദേവൻ നായർ എന്നിവരുടെ വേർപാടിൽ യോഗം അനുശോചിച്ചു.
രജിസ്ട്രേഷൻ, പുരാവസ്തു, പുരാരേഖ, മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വിലപ്പെട്ട സംഭാവനകളൊന്ന് സാമ്പത്തിക സ്വാതന്ത്ര്യം സംരക്ഷിച്ചുകൊണ്ടും സാമ്പത്തിക അധികാരാവകാശങ്ങൾ രാജ്യത്തിൻ്റെ ഓരോ കർമ്മപഥങ്ങളിലും സ്വീകരിക്കാനുള്ളതായിരുന്നു. അങ്ങനെയുള്ള ഒരു മഹാശ്രമം നടത്തി രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകിയ ഒരു ധനകാര്യമന്ത്രി കൂടിയായിരുന്നു മൻമോഹൻ സിംഗ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഈ വർത്തമാനകാലത്ത് നമുക്ക് വളരെയധികം വേദനിപ്പിക്കുന്ന നഷ്ടമാണ് വരുത്തി വച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CH കുഞ്ഞമ്പു MLA ഉൾപ്പെടെയുള്ളവരും ചടങ്ങിൽ സംബന്ധിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന കലാമത്സരങ്ങളിൽ ഓരോ ഇനങ്ങളിലും വാശിയേറിയ മത്സരമാണ് നടന്നത്. ഡിസംബർ 19 ചെസ് മത്സരത്തോടെയാണ് ഇത്തവണത്തെ ജില്ലാ കേരളോത്സവത്തിന് തുടക്കമായത്. ഗെയിംസ്, അത്ലറ്റിക്സ് മത്സരങ്ങൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടന്നു. ഡിസംബർ 26 ഈ മത്സരങ്ങൾ സമാപിച്ചു. തുടർന്ന് 2 ദിവസങ്ങളിലായി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നടന്ന കലാമത്സരങ്ങളോടെ കേരളോത്സവം സമാപിക്കുകയായിരുന്നു. ജില്ലാ കേരളോത്സവത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് 505 പോയിന്റ് നേടി ജേതാക്കളായി. 353 പോയിന്റുമായി പരപ്പ ബ്ലോക്കാണ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. നീലേശ്വരം ബ്ലോക്ക് 321 പോയിന്റുമായി 3ാം സ്ഥാനം നേടി. കാറടുക്ക 288, കാസർഗോഡ് 197 എന്നിങ്ങനെയാണ് മറ്റ് ബ്ലോക്കുകളുടെ പോയിന്റ് നില. നഗരസഭാ വിഭാഗത്തിൽ കാഞ്ഞങ്ങാടിനാണ് 1ാം സ്ഥാനം. നീലേശ്വരം 2ാം സ്ഥാനം കരസ്ഥമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ക്ഷേമനിധി ഓഫീസ് തുടങ്ങുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചെറുവത്തൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. പടന്ന ഓരിയിൽ നടന്ന സമ്മേളനം CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ ക്ഷേമനിധി ഓഫീസ് തുടങ്ങുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും പ്രകൃതി ദുരന്തത്തിൽ ദുരിതം പേറുന്ന വയനാടിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്നും ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചെറുവത്തൂർ ഏരിയ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പടന്ന ഓരിയിൽ നടന്ന സമ്മേളനം CITU കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്തിട്ടുള്ള നിയമങ്ങളാണ് രാജ്യത്തെ 4 ലേബർ കോഡുകൾ. ഇന്ത്യയിൽ സംഘടിത തൊഴിലാളികളുടെ പ്രസ്ഥാനം, ട്രേഡ് യൂണിയൻ മൂവ്മെന്റുകൾ ആരംഭിച്ച കാലം തൊട്ട് ഏതാണ്ടൊരു നൂറ്റാണ്ടിലേറെ കാലം നമ്മൾ നടത്തിയിട്ടുള്ള, ഇന്ത്യയിലെ തൊഴിലാളികൾ നടത്തിയിട്ടുള്ള എത്രയോ സമരങ്ങളുടെ, പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമാണ് തൊഴിലാളികളുടെ തൊഴിലും വേതനവും അവരുടെ തൊഴിൽ സാഹചര്യങ്ങളും തൊഴിലിടങ്ങളിലെ പരിസ്ഥിതിയുമെല്ലാം ഉറപ്പുവരുത്തുന്ന വിവിധങ്ങളായ നിയമങ്ങൾ. ഏരിയ പ്രസിഡന്റ് MV മോഹനൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി K ബാലകൃഷ്ണൻ, സംഘാടക സമിതി ചെയർമാൻ PP പവിത്രൻ, യൂണിയൻ സെക്രട്ടറി VV തമ്പാൻ, മാധവൻ മണിയറ, കയനി കുഞ്ഞിക്കണ്ണൻ, CV രാജൻ, K ആൽബർട്ട്, K രാജു, U സുമേഷ്, MPV ജാനകി, PB ഷീബ, K സുനിത, KK സുഷമ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി MV മോഹനനെ പ്രസിഡന്റായും VV തമ്പാനെ സെക്രട്ടറിയായും PB ഷീബയെ ട്രഷററായുമുള്ള പുതിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പാഴ്വസ്തു ശേഖരണ മേഖലയിലെ പരമ്പരാഗത തൊഴിലാളികളുടെ സംരക്ഷണം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് കേരള സ്ക്രാപ്പ് മർച്ചൻസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നടക്കാവ് മിദ്ലാജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഖാദർ കേരള സ്റ്റീൽ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈസൻസ് പുതുക്കുന്നതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ലൈസൻസ് നിർബന്ധമാക്കുന്നത് നിർത്തലാക്കണമെന്നും വിജനമായ സ്ഥലത്ത് മാത്രമേ സ്ക്രാപ്പ് വ്യാപാരങ്ങൾ ആരംഭിക്കാവൂ എന്ന നിബന്ധന ഒഴിവാക്കണമെന്നും കേരള സ്ക്രാപ്പ് മർച്ചൻസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. നടക്കാവ് മിദ്ലാജ് മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഖാദർ കേരള സ്റ്റീൽ ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് മനോജ് കല്ലൂരാവി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി നിസാർ തലശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി. ഡിജിറ്റൽ അംഗത്വ വിതരണത്തിൻ്റെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി VV കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. ഉന്നത വിജയികളായ വിദ്യാർത്ഥികളെ അസോസിയേഷൻ ജില്ലാ ട്രഷറർ V തങ്കമുത്തു അനുമോദിച്ചു.
രക്ഷാധികാരി KP കുര്യൻ, മേഖലാ സെക്രട്ടറി P മനു പ്രകാശ്, ട്രഷറർ വേലുസ്വാമി, ജില്ലാ ഭാരവാഹികളായ ഹാരിസ് ചട്ടഞ്ചാൽ, N മാരിമുത്തു, ജയൻ പടന്നക്കാട്, K കനകരാജ്, പർവേസ് പടന്നക്കാട്, A അമീൻ, N സാമുവൽ, മുഹമ്മദ് കുഞ്ഞി ചേരൂർ എന്നിവർ സംസാരിച്ചു. KSMA കാഞ്ഞങ്ങാട് മേഖല രണ്ടായി വിഭജിച്ച് തൃക്കരിപ്പൂരും കാഞ്ഞങ്ങാടും പുതിയ കമ്മിറ്റികൾ നിലവിൽ വന്നു. തൃക്കരിപ്പൂർ മേഖലാ പ്രസിഡന്റായി CH ഹനീഫയെയും സെക്രട്ടറിയായി MV കൃഷ്ണനെയും ട്രഷററായി വേലുസ്വാമി തൃക്കരിപ്പൂരിനെയും തിരഞ്ഞെടുത്തു. കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റായി K കുര്യനെയും സെക്രട്ടറിയായി P മനു പ്രകാശിനെയും ട്രഷററായി V തങ്കമുത്തുവിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പെരിയ ഇരട്ടക്കൊലക്കേസ് തെളിയിച്ച് പ്രതികളെ ശിക്ഷിക്കുന്നതിൽ പങ്കുവഹിച്ച CBIയെ അഭിനന്ദിക്കുന്നതായി BJP സംസ്ഥാന സെക്രട്ടറി K ശ്രീകാന്ത്. CPM ഉന്നത നേതാക്കളടക്കമുള്ളവരുടെ പങ്ക് ഈ കേസിൽ CBIക്ക് തെളിയിക്കുവാനായി. കൊലപാതക രാഷ്ട്രീയത്തിലൂടെ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന CPM നയത്തിനേറ്റ പ്രഹരമാണ് ഈ വിധിയെന്നും ശ്രീകാന്ത് പറഞ്ഞു. സ്വന്തം പാർട്ടിയുടെ നേതാക്കന്മാർ ആസൂത്രണം ചെയ്ത ഒരു കൊലപാതകമാണ്. അത്രമാത്രമല്ല, കേസ് അട്ടിമറിക്കാൻ കേസിൽ ഉൾപ്പെട്ട പ്രതികളെ കസ്റ്റഡിയിലെടുത്തപ്പോൾ അവരെ ബലമായിട്ട് പിടിച്ചെടുത്തു കൊണ്ടുപോകാനും CPM തയ്യാറായി. അതൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുകയും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് CBI മാതൃകാപരമായിട്ട് ഈ കേസ് അന്വേഷിച്ചു. ഇതിനു മുമ്പും പല രാഷ്ട്രീയ കൊലപാതക കേസുകൾ നടന്നിട്ടുണ്ട്. യുവമോർച്ചയുടെ നേതാവായിരുന്ന KT ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം, ആ കൊലപാതകം CBIക്ക് AK ആന്റണി സർക്കാർ വിട്ടിരുന്നെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം കേരളത്തിൽ അവസാനിക്കുമായിരുന്നു. അതിന് തടസ്സം നിന്നത് AK ആന്റണി സർക്കാരാണ്. തലശ്ശേരി സെഷൻസ് കോടതിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ജയകൃഷ്ണൻ മാസ്റ്റർ കേസിൽ അട്ടിമറിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും നിർദ്ദേശം നൽകിയിട്ടും അത്തരം ഒരു നടപടിയും സ്വീകരിക്കാൻ AK ആന്റണി സർക്കാർ തയ്യാറായില്ല. പിന്നീട് നടന്ന TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ CPMന്റെ സമുന്നതരായിട്ടുള്ള സംസ്ഥാന നേതാക്കന്മാർക്ക് പങ്ക് പോലീസിന് തെളിവ് ലഭിച്ചെങ്കിലും അത് അന്വേഷിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ തയ്യാറായില്ല. CPM ആയിട്ട് ഒത്തുകളിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ കൊലപാതകത്തിനിരയായിട്ടുള്ള കേസുകളിൽ നീതിയുക്തമായിട്ടുള്ള അന്വേഷണം നടത്താനോ നീതി ഉറപ്പാക്കാനോ കോൺഗ്രസ് സർക്കാരിന് പോലും സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് CBIക്ക് വിടുന്നതും അവിടെ CBI കൃത്യമായിട്ട് വിദഗ്ധമായി കേസ് അന്വേഷിക്കുകയും കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും സാധിച്ചിട്ടുള്ളത്. ഇത് സാധിച്ചത് ശ്രീ നരേന്ദ്രമോദിജി കേന്ദ്രത്തിൽ അധികാരത്തിലുള്ളത് കൊണ്ട് മാത്രം. രണ്ട് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ CPMകാരെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു, CBIക്ക് സാധിച്ചു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. മംഗളൂരു പുതു തുറമുഖത്ത് വിസ്മയം നിറച്ച് 7 Seas വോയേജർ എത്തി. 650 വിനോദസഞ്ചാരികളുമായാണ് ആഡംബര കപ്പലുകളുടെ രാജാവായ 7 Seas വോയേജർ മംഗളൂരു തുറമുഖത്തെത്തിയത്. കപ്പലിലെ സഞ്ചാരികളെ തുളുനാടൻ രീതിയിൽ തുറമുഖ അധികൃതർ സ്വീകരിച്ചു. മംഗളൂരു പുതു തുറമുഖത്ത് വിനോദസഞ്ചാരികളുമായി ആഡംബര കപ്പലെത്തിയപ്പോൾ വിസ്മയത്തിൻ്റെയും പ്രൗഢിയുടെയും കാഴ്ചയായി മാറി. നോർവീജിയൻ കപ്പലായ 7 Seas വോയേജറാണ് 650 വിനോദസഞ്ചാരികളും 450 ജീവനക്കാരുമായി എത്തിയത്. ഫുജൈറയിൽ നിന്നും കൊളംബോ വഴിയെത്തിയ കപ്പലിലെ സഞ്ചാരികളെ തുളുനാടൻ രീതിയിൽ തുറമുഖ അധികൃതർ സ്വീകരിച്ചു. വിനോദസഞ്ചാരത്തിനായി എത്തിയവർ പ്രത്യേക ബസ്സുകളിലും ടാക്സികളിലും മംഗളൂരു നഗരം ചുറ്റിക്കണ്ടു. മൂടുബിദ്രിയിലെ 1000 കൽത്തൂൺ ക്ഷേത്രം, ഗോകർണനാഥേശ്വര ക്ഷേത്രം, പ്രാദേശിക വിപണികൾ, അഞ്ചൽ കശുവണ്ടി ഫാക്ടറി എന്നിവ വിനോദസഞ്ചാരികൾ സന്ദർശിച്ചു. ഈ വർഷത്തെ ക്രൂയിസ് സീസണിൻ്റെ ഭാഗമായാണ് 7 Seas വോയേജറിൻ്റെ മംഗളൂരുവിലേക്കുള്ള വരവ്. ആഡംബര ക്രൂയിസ് കപ്പലുകളുടെ സ്ഥിരമായ വരവോടെ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികൾക്ക് തങ്ങളുടെ ഇഷ്ട ഇടങ്ങളിലേക്ക് പോകുവാനുള്ള സുപ്രധാന കവാടമായി മംഗളൂരു തുറമുഖം മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെക്രാജെ ആലംകൂഡ്ലു മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന ശിവശക്തി മഹായാഗത്തിന് ഭക്തിനിർഭരമായ സമാപനം. യാഗ ചടങ്ങുകൾക്ക് സാക്ഷിയാകുവാൻ നാടിൻ്റെ നാനാദിക്കിൽ നിന്നുമായി ആയിരങ്ങളാണ് എത്തിയത്.
നെക്രാജെ ആലംകൂഡ്ലു മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ 2 ദിവസങ്ങളിലായി ഭക്തിയുടെ നിറവിൽ ശിവശക്തി മഹായാഗം നടന്നു. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമായി എത്തിയ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് യാഗം ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവൃത്തികൾ വേഗത്തിലാക്കുവാനും നാടിൻ്റെ നന്മയ്ക്കുമായാണ് യാഗം നടത്തിയത്. കുണ്ടാർ വാസുദേവ തന്ത്രിയുടെയും കുണ്ടാർ രവീശ തന്ത്രിയുടെയും സാന്നിധ്യത്തിൽ കശേക്കൊടി സൂര്യനാരായണ ഭട്ടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു മഹായാഗം നടന്നത്. ഞായറാഴ്ച രാവിലെയായിരുന്നു മഹായാഗം ആരംഭം. വിവിധ വൈദിക, ധാർമ്മിക, സാംസ്കാരിക പരിപാടികളും യാഗത്തിൻ്റെ ഭാഗമായി നടന്നു. ധാർമ്മിക സഭ എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമി ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘങ്ങളുടെ ഭജനയും നൃത്യങ്ങളും ഉണ്ടായിരുന്നു. ആയിരങ്ങൾക്ക് മഹായാഗ പ്രസാദ വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കൂഡ്ലു ആലങ്കോട് ശ്രീ ധൂമാവതി ദേവസ്ഥാനത്തിൻ്റെ നവീകരണ പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിൻ്റെ ക്ഷണപത്രിക പ്രകാശനം ചെയ്തു. ആലങ്കോട് ശ്രീ ധൂമാവതി ദേവസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിലാണ് ക്ഷണപത്രിക പ്രകാശനം നടന്നത്. ആലങ്കോട് ശ്രീ ധൂമാവതി ദേവസ്ഥാനത്തിൻ്റെ നവീകരണ പുനഃപ്രതിഷ്ഠ കലശോത്സവത്തിൻ്റെ ക്ഷണപത്രിക പ്രകാശനം ദേവസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ക്ഷേത്ര ട്രസ്റ്റി KG ഷാൻബോഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാനത്തൂർ ക്ഷേത്രം ട്രസ്റ്റി KP ജയരാജ് മുഖ്യാതിഥിയായിരുന്നു. വളരെ കുറച്ച് സംരംഭമാണ് ഭാവിയിൽ വലിയ മഹാസംരംഭമായി മാറുകയും അതിൻ്റെ ഗുണങ്ങൾ ജനങ്ങൾക്ക് ശക്തിയുടെ രൂപത്തിലും ഭക്തിയുടെ രൂപത്തിലും എല്ലാം കിട്ടുന്നത്. അതിൻ്റെ ഒരു ഉദ്യമം ഇവിടെ ശരിക്കും അതിൽ കാണുന്നുണ്ട്. നിങ്ങളെ മുമ്പിൽ നടത്തുന്ന ആ ശക്തി നിങ്ങൾക്ക് വീണ്ടും ശക്തിയും ജീവിതത്തിലും നല്ല രീതിയിൽ ഇതിന്റെ പ്രവർത്തനങ്ങളോട് മുന്നോട്ട് പോകും. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊരു മഹാധൈര്യമായി ശക്തിയായി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുമ്പള ഉപജില്ലാ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർ ശശിധർ M. ഗട്ടി, N. സതീഷ്, സുരേഷ് മണിയാണി, നവീകരണ കമ്മിറ്റി അധ്യക്ഷൻ നാരായണൻ ബോവിക്കാന, സേവാ കമ്മിറ്റി അധ്യക്ഷനും നവീകരണ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ഉദയകുമാർ മന്നിപ്പാടി, വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ നന്ദഗോപാൽ, നവീകരണ കമ്മിറ്റി ട്രഷറർ നാഗേഷ് ഗട്ടി, കൃഷ്ണ കലൈപ്പാടി, ശങ്കർ കലൈപ്പാടി, കൃപ KG എന്നിവർ സംസാരിച്ചു. ഗണേഷ് ഗട്ടി സ്വാഗതവും ഓമന രവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 30 വർഷത്തെ വിജയകരമായ യാത്ര പൂർത്തിയാക്കി ബ്രദേഴ്സ് മണിമുണ്ട. സമൂഹത്തെ ശുചിത്വപരവും യുവാക്കളെ ഉന്നത പൗരന്മാരുമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1995 മഞ്ചേശ്വരം താലൂക്കിലെ ഉപ്പള മണിമുണ്ടയിൽ ആരംഭിച്ചതാണ് ഈ പ്രസ്ഥാനം. 30ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മണിമുണ്ട ഫെസ്റ്റ് 24 വൈവിധ്യമാർന്ന പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. മഞ്ചേശ്വരത്തെ ജീവകാരുണ്യ രംഗം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും നിറസാന്നിധ്യമായ ബ്രദേഴ്സ് മണിമുണ്ട 30ാം വാർഷികത്തിൻ്റെ നിറവിൽ പിന്നിട്ട വഴികളിൽ സമാനതകളില്ലാത്ത ഒട്ടേറെ സേവന പ്രവർത്തനങ്ങളാണ് ബ്രദേഴ്സ് മണിമുണ്ട കാഴ്ചവെച്ചത്. ലഹരിക്കെതിരെയും മറ്റ് ചൂഷണങ്ങൾക്കെതിരെയും സന്ധിയില്ലാ പോരാട്ടം നടത്തുന്ന ഈ സംഘടന ഇതിനെതിരെയുള്ള ബോധവൽക്കരണം നൽകുകയും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതിനെതിരെ ശക്തമായി നിലകൊള്ളുകയും കൂടാതെ താഴേക്കിടയിലുള്ളവർക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കുന്നതിനായും മുൻനിരയിൽ പ്രവർത്തിക്കുന്നു. യുവജനങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കുവാനുള്ള പ്രചാരണവും ബ്രദേഴ്സ് മണിമുണ്ട നടത്തിവരുന്നു. 30ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച മണിമുണ്ട ഫെസ്റ്റ് 24 ഞായറാഴ്ച മാരത്തോൺ ഓട്ടത്തോടെയാണ് തുടക്കമായത്. രാവിലെ 7 മണിക്ക് ഹൊസങ്കടിയിലെ അബു റോയൽ ബള്ളാർ മാരത്തോണിന് തുടക്കം കുറിച്ചു. നമ്മുടെ മണിമുണ്ട ബ്രദേഴ്സ് എന്ന സംഘടന നമ്മുടെ മണിമുണ്ട ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ മാരത്തോൺ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഇവർ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നുണ്ട്. സ്പോർട്സിനും കൾച്ചറൽ ആക്ടിവിറ്റീസും എല്ലാം നല്ല മുൻഗണന നൽകിക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ പിള്ളേരെ വന്ന് നമ്മുടെ എല്ലാ ആൾക്കാരെയൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എക്സസൈസിനുള്ള ഒരു ഇമ്പോർട്ടൻസ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു മാരത്തൺ സംഘടിപ്പിക്കുന്നത്. ഇത് ഇടുന്നോളം ഇവർക്ക് ഒരു രാവിലെ എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നല്ലൊരു മോട്ടിവേഷൻ ആയിരിക്കും. ഇതുപോലെ തന്നെ പല പരിപാടികൾ ചെയ്യുന്നുണ്ട്. കൾച്ചറൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബീച്ചിലുള്ള പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
അല്ല മണിമുണ്ട സ്കൂളിന് നല്ലോണം ഇവർ സഹായിക്കുന്നുണ്ട്. അവർക്ക് എല്ലാ ആശംസകളും നേരുന്നു. ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെ നടന്ന മാരത്തോൺ ഓട്ടം ഉപ്പള റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. മാരത്തണിൽ മുഹമ്മദ് അഫ്രീദി 1ാം സ്ഥാനം നേടി. മുഹമ്മദ് അമീൻ 2ാമതും മുഹമ്മദ് ജുനൈദ് 3ാമതുമെത്തി. തുടർന്ന് മണിമുണ്ട ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മൈതാനത്ത് ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ഓട്ടം തുടങ്ങിയ കായിക മത്സരങ്ങളും നടന്നു. യുവാക്കളുടെ മികച്ച കായിക കഴിവുകൾ പ്രദർശിപ്പിക്കപ്പെട്ട മത്സരം കാഴ്ചക്കാരിൽ ആവേശം നിറച്ചു. പരിപാടിയിൽ ബ്രദേഴ്സ് മണിമുണ്ട പ്രസിഡന്റ് അജീം മണിമുണ്ട, റഫീഖ് വടമുറ്റ്, ഷബീർ, അബ്ദുൽ റഷീദ്, മുഹമ്മദ് ഹനീഫ്, നിസാർ, ഇർഷാദ്, ഉബൈദുള്ള, ഹനീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. അബ്ദുൽ റഹിമാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പള്ളിക്കര സിർവ അക്വാട്ടിക് സെന്ററിൽ ജില്ലാതല നീന്തൽ മത്സരം നടന്നു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കര സിർവ അക്വാട്ടിക് സെന്റർ സെമി ഒളിമ്പിക് സ്വിമ്മിംഗ് പൂൾ 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാതല നീന്തൽ മത്സരം സംഘടിപ്പിച്ചു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ ഉദ്ഘാടനം ചെയ്തു. ഫത്താഹ് മൗവൽ അധ്യക്ഷത വഹിച്ചു. സുകുമാരൻ പൂച്ചക്കാട്, രാജേഷ് പള്ളിക്കര, അഹമ്മദ് ബി കെ, പി എ റഫീഖ്, മുഹാജിർ പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു. സിർവ അക്വാട്ടിക് സെന്റർ മാനേജിംഗ് ഡയറക്ടർ മാഹിൻ പൂച്ചക്കാട് സ്വാഗതവും നജീബ് സിർവ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബേക്കൽ അഗ്രോ കാർണിവൽ കൂൺ കൃഷി ഒരു അധിക വരുമാനമെന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ബേക്കൽ അഗ്രോ കാർണിവലിന്റെ ഭാഗമായി കൂൺ കൃഷി ഒരു അധിക വരുമാനം എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നല്ല പിന്തുണ നമുക്കുണ്ടായി, കുടുംബശ്രീകളുടെ നല്ല പിന്തുണയുണ്ടായി, അതുപോലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ എല്ലാം നല്ല പിന്തുണയോടുകൂടിയാണ് നടക്കുന്നത്. കർഷകർ എന്നുള്ളതും കാർഷിക മേഖല എന്നതും നമ്മുടെ നാടിനെ ഒഴിച്ചുകൂടാൻ വേണ്ടി പറ്റാത്ത ഏറ്റവും അഭിവാജ്യ ഘടകമാണ്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന ഏറ്റവും നിർണായകമായ ഘടകവും കാർഷിക മേഖലയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കൃഷിയെ ആശ്രയിച്ചുകൊണ്ടാണ് രാജ്യത്തെ 50% വരുന്ന ജനങ്ങൾ ജീവിച്ചു പോകുന്നത്. ആ കാർഷിക സമ്പദ് വ്യവസ്ഥ അധിഷ്ഠിതമാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ ബിന്ദു അധ്യക്ഷയായി. നീലേശ്വരം നിമ്മി മഷ്റൂമിലെ ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. മടിക്കൈ കൃഷി ഓഫീസർ പി വി പവിത്രൻ സെമിനാറിൽ മോഡറേറ്ററായിരുന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഉദുമ, പള്ളിക്കര, അജാനൂർ, പെരിയ, മടിക്കൈ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള കർഷകരാണ് സെമിനാറിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ബേക്കൽ. ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ബിൽഡ് എക്സ്പോ സമാപിച്ചു. കെട്ടിട നിർമ്മാണ നിയമങ്ങളും പൊതുസമൂഹവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിവന്ന ലെൻസ്ഫെഡ് ബിൽഡ് എക്സ്പോയുടെ ഭാഗമായി കാസർഗോഡിന്റെ സമഗ്ര വികസനം, കാഴ്ചപ്പാടുകളും പദ്ധതികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സജി മാത്യു അധ്യക്ഷത വഹിച്ചു. പി രാജൻ സ്വാഗതവും രമേശൻ കടവത്ത് നന്ദിയും പറഞ്ഞു. ഇ പി രാജ്മോഹൻ വിഷയാവതരണം നടത്തി. VPP മുസ്തഫ, കെ പത്മനാഭൻ, N ബാബുരാജ്, ടി കെ നാരായണൻ, ബാബുരാജ് കാസർഗോഡ്, സി ശ്യാമള തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത വികസനം. കാസർഗോഡ് നഗരത്തിന് മുകളിൽ കൂടിയുള്ള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയായി. കല്യാണ വീട്ടിലേക്കുള്ള യാത്ര കണ്ണീർ യാത്രയായി. 2 കുട്ടികളുടെ മരണത്തിനിടയാക്കിയ കാഞ്ഞങ്ങാട് ഐങ്ങോത്തെ വാഹനാപകടത്തിന്റെ നടുക്കം ഇനിയും മാറിയില്ല. കൗവായിക്കായൽ കടക്കുവാൻ പാലം വേണം. വലിയ പറമ്പിന്റെ തെക്കൻ അതിരിലുള്ളവരുടെ കാത്തിരിപ്പിന് 3 പതിറ്റാണ്ട് തികയുന്നു. കാസർഗോഡ് ജില്ലാ കേരളോത്സവത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് ജേതാക്കൾ. ഓരോ ഇനങ്ങളിലും നടന്നത് വാശിയേറിയ മത്സരം. കാസർഗോഡ് ജില്ലയിൽ ക്ഷേമനിധി ഓഫീസ് തുടങ്ങുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണം. ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചെറുവത്തൂർ ഏരിയ സമ്മേളനത്തിന് സമാപനം. ആലംകൂഡ്ലു മഹാലിംഗേശ്വര ക്ഷേത്രത്തിലെ ശിവശക്തി മഹായാഗത്തിന് ഭക്തിനിർഭരമായ സമാപനം. യാഗ ചടങ്ങുകൾക്ക് സാക്ഷിയാകുവാനെത്തിയത് ആയിരങ്ങൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.